ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാജു എന്നൊരാൾ തനിക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങുന്നതിനായി ടൗണിലെ ഒരു ഫുട്വെയർ കടയിൽ കയറി 799 രൂപ വിലയുള്ള നല്ല ഒരു ജോഡി ചെരുപ്പ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അത് വാങ്ങുവാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ രാജുവിൻ്റെ ഒരു സുഹൃത്തിനെ അയാൾ കടയിൽ വെച്ച് കണ്ടു. ആ സുഹൃത്ത് രാജുവിൻ്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു, ഇതേ ചെരുപ്പുകൾക്ക് ടൗണിൽ തന്നെയുള്ള മറ്റൊരു കടയിൽ 699 രൂപയെ വിലയുള്ളൂ എന്ന്. 100 രൂപയുടെ വ്യത്യാസം. രാജു ആ കടയിൽ നിന്നും ആ ജോഡി ചെരുപ്പുകൾ വാങ്ങാതെ സുഹൃത്ത് പറഞ്ഞ കടയിൽ പോയി 699 രൂപയ്ക്ക് അതേ ചെരുപ്പുകൾ തന്നെ വാങ്ങിച്ചു. 100 രൂപ ലാഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജു തനിക്ക് ഒരു നല്ല വാച്ച് വാങ്ങുന്നതിനായി ആ സുഹൃത്തിനോടൊപ്പം ടൗണിലെ ഒരു വലിയ ഷോപ്പിൽ പോയി. വളരെ മനോഹരമായ ബ്രാൻഡഡ് ആയ ഒരു സ്വിസ് വാച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വില 2,37,840 രൂപയാണ്. രാജു അത് വാങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചു. അപ്പോൾ ആ സുഹൃത്ത് വീണ്ടും രാജുവിൻ്റെ ചെവിയിൽ പറഞ്ഞു, ഇതേ വാച്ച് ടൗണിൽ തന്നെയുള്ള മറ്റൊരു ഷോപ്പിൽ 2,37,740 രൂപയ്ക്ക് കിട്ടും എന്ന്. 100 രൂപയുടെ വ്യത്യാസമുണ്ട്. രാജു അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതല്ലേ, ഇവരെ ഇത്രയേറെ ബുദ്ധിമുട്ടിച്ചതല്ലേ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവാക്കുമ്പോൾ ഒരു 100 രൂപയാണോ വലിയ കാര്യം? രാജു ആ വിലയ്ക്ക് അവിടെ നിന്ന് തന്നെ ആ വാച്ച് വാങ്ങി. ഇവിടെ രാജു എന്ന വ്യക്തി നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവ വിശേഷമാണിത്. ഈ രണ്ട് സന്ദർഭങ്ങളിലും 100 രൂപയുടെ മൂല്യത്തിന് വ്യത്യാസമുണ്ടോ? ഇല്ല. രണ്ട് സന്ദർഭങ്ങളിലും 100 രൂപയ്ക്ക് ഒരേ മൂല്യമാണുള്ളത്. പക്ഷേ നാം കുറച്ച് പണം ചെലവഴിക്കുമ്പോൾ 100 രൂപയ്ക്ക് വലിയ മൂല്യം കൽപ്പിക്കും. കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ 100 രൂപയ്ക്ക് വലിയ മൂല്യം കൽപ്പിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് നാം പണം ചെലവഴിക്കുന്നതിന് ആനുപാതികമായാണ് പണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത്. 100 രൂപയ്ക്ക് നാം നല്ല മൂല്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും കാണിക്കേണ്ടത് ആവശ്യമാണ്. നാം എത്ര പണം ചിലവഴിക്കുന്നു എന്നതിലുപരിയായി ഓരോ പണത്തെയും വാല്യൂ ചെയ്യുവാൻ നാം പഠിക്കണം. പണം കയ്യിലുള്ളപ്പോൾ അബണ്ടൻസിൻ്റെ സമയത്ത് കോഷ്യസ് ആകേണ്ടത് ഏറെ ആവശ്യമാണ്. നാം നമ്മോടൊപ്പമുള്ള വ്യക്തികൾക്ക് വലിയ വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മെ വിട്ടുപിരിഞ്ഞു പോകും. അതേപോലെ തന്നെ നാം ഓരോ പണത്തിനും മൂല്യം കൽപ്പിക്കുന്നില്ല എങ്കിൽ അവയും നമ്മെ വിട്ടുപിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വസ്തുത മനസ്സിലായിട്ടുണ്ട്. ചെറിയ തുകകൾ സേവ് ചെയ്യേണ്ടതിൻ്റെയും കോമ്പൗണ്ടിങ്ങിൻ്റെയും പ്രത്യേകതകൾ അവർക്കറിയാം. കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഓരോ മാസവും 500 രൂപ വീതം സേവ് ചെയ്യുക എന്ന് പറയുന്നത് തീരെ ചെറിയ ഒരു കാര്യമാണ്. ഓരോ മാസവും നാം 500 രൂപ വീതം സേവ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 20 വർഷം കൊണ്ട് അത് 2 ലക്ഷത്തിന് മുകളിലായി തീരും. അതേസമയം നാം 1000 രൂപ വെച്ചാണ് ഓരോ മാസവും സേവ് ചെയ്ത് ഇപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് 4 ലക്ഷത്തിന് മുകളിലായി തീരും. ഒരു മാസം 1000 രൂപ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 33 രൂപ സേവ് ചെയ്താൽ മതി. ഒരു ചായയ്ക്കും ഒരു കടിക്കും ചിലവാക്കുന്ന പണം മാത്രമേ ഉള്ളൂ അത്. ഇതിലും വലിയ ലാഭം തരുന്ന SIPകളും മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ ഉണ്ട്. നാം ചെറിയ ചെറിയ തുകകൾ സേവ് ചെയ്ത് അവ വൈസായി ഇൻവെസ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിച്ചസിലേക്ക് പോകുവാൻ നമുക്കും സാധിക്കും. ചെറിയ തുകകൾക്ക് നാം പുവർ മണി ഹാബിറ്റ്സ് ആണ് പിന്തുടരുന്നതെങ്കിൽ ബിഗ് എമൗണ്ട്സിനും നമ്മൾ അതുതന്നെയേ പിന്തുടരുകയുള്ളൂ. എത്ര പണം നാം സമ്പാദിക്കുന്നു എന്നതിലല്ല, അതിൽ എത്ര പണം നമുക്ക് സേവ് ചെയ്യുവാനും വൈസായി ഇൻവെസ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുവാനും സാധിക്കുന്നു എന്നതിലാണ് വെൽത്തി ആകുന്നതിൻ്റെ രഹസ്യം അടങ്ങിയിരിക്കുന്നത്. ചെറിയ ചെറിയ തുകകൾക്കും പ്രാധാന്യം കൊടുത്ത് സേവ് ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ഡോണ്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ്, സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ്. വരുമാനത്തിനനുസൃതമായി കൃത്യമായി ബഡ്ജറ്റ് പാലിക്കുന്നവർക്കാണ് വെൽത്തിയായി തീരുവാൻ സാധിക്കുന്നത്. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് കൃത്യമായി പ്ലാൻ ചെയ്ത് പിന്തുടരാം. ചെറിയ ചെറിയ തുകകൾ പോലും സേവ് ചെയ്ത് അവയൊക്കെ വൈസായി ഇൻവെസ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. റിച്ചസിലേക്ക്, വെൽത്തി ലൈഫിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവരും നന്ദി പറയാൻ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലസ്ഡ്. താങ്ക് യു.